എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂ ഇയർ ആവുകയാണ്. നമ്മുടെ 2025 സ്വാഗതം ചെയ്യാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ? എന്തായാലും ഈ ഒരു ന്യൂ ഇയർ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ചിലത് സംസാരിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരിത്തിരി നേരം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇന്നത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു കാര്യം ഒന്ന് കേൾക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ 2024 നമ്മളെ വിട്ടു പോകാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ശരിക്കും നമുക്ക് വേദനകളായിരുന്നു ഏറ്റവും കൂടുതൽ 2024 കിട്ടിയത്. പക്ഷേ ഇനി വരുന്ന ഈ 2025 എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഉരുൾപൊട്ടലോ അതുപോലെയുള്ള ഒരു സംഭവങ്ങളും ഇനി അങ്ങോട്ട് ആവർത്തിക്കാതിരിക്കാനും നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി 2025 വരാൻ പോകുന്നത്. ഓരോ വർഷവും നമ്മൾ ഓരോ പുതിയ വർഷം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ഇപ്പോൾ കുറേ നാളുണ്ട് ഒരു ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോയ വർഷം നമുക്ക് നൽകുന്ന ഭീകരതയെക്കുറിച്ചായിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർക്കുക. അയ്യോ ഈശ്വര, ഇനി ഈ വർഷം എന്താണോ എന്തോ എന്നുള്ള ഒരു പേടിയിലേക്ക് ഇപ്പോൾ നമ്മൾ എല്ലാവരും പോവുകയാണ്. കാരണം അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. അപ്പോൾ ഇനി വരുന്ന വർഷത്തിലെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ദൈവമായിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും നാളും അതിനെ അവിടെ തടഞ്ഞ് ഈ സമയം വരെ വച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയോട് നമ്മൾ കളിക്കുന്നത് ഒട്ടും ശരിയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ പോലും നമുക്കത് തടയാനോ സഹിക്കാനോ സാധിച്ചില്ല. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായവർക്ക് പോലും ശിരൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കൂ. വരുന്ന വഴിക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നത് ശരിയല്ല. ഇനി ഓരോ തവണയും മഴ വന്നു തുടങ്ങുന്ന സമയത്ത് ചാനലുകാരെല്ലാവരും പിരുന്നങ്ങ് ഇറങ്ങും. അപ്പോഴാണ് എല്ലാവർക്കും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോയായി അങ്ങനെയായി ഇങ്ങനെയായി. പിന്നെ ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യന് അദ്ദേഹത്തിന് എൻ്റെ കൂപ്പുകൈ. അദ്ദേഹത്തിനെ എത്ര നമ്മൾ വണങ്ങിയാലും മതിയാവില്ല. കാരണം ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് അന്നും ഇന്നും എന്നും ഒരുപോലെ വാദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് പോലും പലരും അവിടെ അവിടെ ഈ പല സംഭവങ്ങളും അവിടെ സ്ത്രീകൾ വരെ ഇറങ്ങി സമരം ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് പിന്നീട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ ശിരൂരിലേക്ക് അർജുൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നീട് അതങ്ങ് അവിടെയങ്ങ് പൊടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അത് പോരാ, ഇനിയും നമ്മൾ ഓരോ തവണയും മഴ വരുന്ന സമയത്തിന് നമ്മൾ മുല്ലപ്പെരിയാറിനെ പറ്റി ചിന്തിക്കുകയും അപ്പോൾ നമ്മൾ സമരം വിളിക്കാനായിട്ട് നിന്നിട്ട് ഒരു കഥയില്ല, ഒരു കാര്യമില്ല. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. പ്രകൃതി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നുള്ള പ്രകൃതിക്ക് മാത്രമേ അറിയൂ. ഒരു വെള്ളപ്പൊക്കം വന്നാൽ പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ തരണം ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു അണക്കെട്ട്, ഒരു ഭീകരമായിട്ടുള്ള ഒരു അണക്കെട്ട് പൊട്ടിയാലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ആ ഒരു നാട്ടിലെ ജനങ്ങളും മനുഷ്യരാണ്. അവരും പേടിച്ചല്ലേ കാലം കഴിക്കുന്നത്. അവിടെയുണ്ട് കൊച്ചുകുട്ടികൾ, കിടപ്പ് രോഗികളായിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങളും ഒക്കെ. അവർക്കൊക്കെ എന്തുമാത്രം പേടിയും ആദിയും ഉത്കണ്ഠയുമായിരിക്കും ഉണ്ടാവുന്നത്. അവിടെയുള്ള ജനങ്ങളൊക്കെ പാനിക്കാവുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആപത്ത് മുന്നിൽ വന്നതിന് ശേഷം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരാപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുല്ലപ്പെരിയാറിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. സുർക്കി മിശ്രിതം കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലിപ്പോഴും വളവുണ്ട്, ഒടിവുണ്ട്, സെൻറ്ററുകൊണ്ട്. അതുപോലെ തന്നെ അതിൽ അവിടെയായിട്ട് ഈ പിന്നെ അതായത് സുർക്കി ഒലിച്ച് പോയതിൻ്റേതായിട്ടുള്ള കുറേ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുമ്പൊക്കെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോയിൽ ഇതേക്കുറിച്ച് ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോയിൽ ഞാൻ അതേക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്. പിന്നീട് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ, ഇതിപ്പോൾ പുതിയ വർഷമാണ്, 2025 വരുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആവുകയാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടുന്നുണ്ട്. നമ്മളെ മക്കളെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുട്ടികളെ കണ്ണും പൂട്ടിയൊന്നും വിശ്വസിക്കരുത്. എവിടെ നോക്കിയാലും ലഹരി മാഫിയ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് കുട്ടികൾക്ക് സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനും കാശിന് കൊടുക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം. ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും ബാഗും കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മണവും രുചിയൊന്നും ഇല്ലാത്ത സാധനം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന സ്പ്രേയും സംഭവങ്ങളൊക്കെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ കാര്യം. പെൺകുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരുപാട് വഴിതെറ്റി പോകുന്നുണ്ട്. മൊബൈൽ ഫോൺ തന്നെയാണ് അതിനുള്ള പ്രധാന വില്ലനെന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ പോലും സെക്സ് ചാറ്റിങ്ങിലും അതിലും ഇതിലുമൊക്കെ ഇടപെട്ട് നട്ടം തിരിഞ്ഞ് പാനിക്കായി പോകുന്നൊരു ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുട്ടികൾക്ക് അറിയില്ല, ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി അറിയില്ല. ഏതെങ്കിലും അവന്മാർ പള്ളി വിളിച്ചിട്ട് ഞാൻ നല്ലതാണ് അല്ലെങ്കിൽ മോളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഞ്ചസാര വാക്കുകളൊക്കെ പറയുമ്പോൾ ഈ പഞ്ചാര വാക്കിൽ ഈ പെൺകുട്ടികളൊക്കെ വീണ് പോകുന്നു എന്നതാണ് വാസ്തവം. കൂടുതലും വീട്ടിൽ പാരൻസിന് കുട്ടികളെ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ടൈമില്ല. അവർ ജോലിയിലായിരിക്കും, അവർ പല പല തിരക്കുകളിലായിരിക്കും. ഇപ്പോൾ വീട് ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കുന്ന ചിന്തയിലായിരിക്കും പാരൻസ്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള കടമുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചിന്തയിലായിരിക്കും. ചില പാരൻസ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് കുഞ്ഞുങ്ങളെടുത്ത് കാണിക്കും. ചില വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന കുട്ടികൾക്ക് ഈ പറയും പോലെ വല്ലവന്മാരും പല്ലുവിളിച്ച് കാണിക്കുമ്പോൾ അവർക്കതൊരു ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായിരിക്കും. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് കൂടുതലും കുട്ടികൾ അതിലേക്ക് ഇങ്ങനെ നൈസിന് വീണ് പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ. പിന്നെ സൗഹൃദമാവും, ഫോണിലൂടെ സൗഹൃദമാവും, ചാറ്റ് ചെയ്യലായിരിക്കും. ഹായ് പരസ്പരം ഹായ് സുഖമാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. അത് കഴിയുമ്പോഴായിരിക്കും ആ ഒരു റൂട്ട് കുറച്ചങ്ങോട്ട് മാറുന്നത്. പിന്നെ യുവന്മാർ ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് ആവശ്യപ്പെടുക. പിന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിലല്ലേ പറയുന്നത്, നമ്മുടെ ചേട്ടന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ അവന്മാർ പറയുന്ന രീതിക്കൊക്കെ അങ്ങ് കേൾക്കും. പിന്നീട് ആ ഒരു രീതിയുടെ ആ ഒരു ട്യൂണൊക്കെ അങ്ങ് മാറും. പിന്നീട് ചീറ്റിംഗ് ആവും. പിന്നീട് അവസാനം ഈ കുട്ടികൾ വെറും യന്ത്രത്തെ പോലെ ആവും. അവസാനം ഇവർ പറയുന്ന രീതിയിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ലാസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ഇന്നടുത്ത് വിളിക്കും, നീ വരണം, വന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഫോട്ടോ എല്ലാം സോഷ്യൽ മീഡിയ നിറയും എന്നൊക്കെയുള്ള വാക്കുകളിലേക്കൊക്കെ അങ്ങ് പോകും. ഒടുവിൽ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട വക്കീൽ വരെ എത്തും. അതല്ലെങ്കിൽ കുട്ടികൾ കൂടെ പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെ കൂടെ പോകുന്ന കുട്ടികൾ പിന്നീട് വലിയ സെക്സ് റാക്കറ്റുകളിലൊക്കെ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും അവരുടെ കയ്യിൽ രാത്രിയിൽ അവർ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം അവരൊക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ ചെവി ഒരു വശത്തിട്ടിരിക്കണം. അവർ എന്താണ് ചെയ്യുന്നത്, ഒരു കണ്ണും ഒരു ചെവിയും അവരുടെ കൂടെ തന്നെ ആയിരിക്കണം. പക്ഷെ അത് അവർക്ക് പോലും മനസ്സിലാവരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ഫോൺ പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഉറങ്ങാനായിട്ട് കിടന്നു കഴിയുമ്പോൾ പിന്നെ ഫോണിൻ്റെ ആവശ്യം അവർക്ക് എന്താണ്, അവരുടെ റൂമിൽ വെക്കരുത്. നിങ്ങൾ തന്നെ വാങ്ങിച്ച് സൂക്ഷിക്കാനായിട്ട് നോക്കുക. കാരണം ഈ കുട്ടികൾ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമ്മൾ കിടക്കുന്നതിനെ വെച്ച് നമുക്ക് ജീവിത പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കൊണ്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. പിന്നീട് ഈ കുട്ടികൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമ്മൾ പാരൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് മൊബൈൽ ഫോൺ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ മേടിച്ച് വെച്ച് ശീലിക്കുക. അത് സൂക്ഷിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കുക. പിന്നെ അതുപോലെ നല്ല കാര്യങ്ങൾ വരായ്മകളൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളെക്കുറിച്ച് കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. നമ്മൾ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല, ഉപദേശം കേൾക്കാനായിട്ട് തീരെ ഇഷ്ടമല്ലാത്തൊരു പ്രായമാണ് കൗമാരപ്രായം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉപദേശിക്കാൻ പറ്റിയ ആളെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർമാർ തന്നെയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ PTA കൂടുന്ന സമയത്ത് കുട്ടികൾ ആരും ഉണ്ടാവില്ലല്ലോ. PTA കൂടുമ്പോഴത്തേക്ക് പാരൻസ് മാത്രമായിരിക്കും, സാറന്മാർ മാത്രമായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ സാറന്മാരോട് ആവശ്യപ്പെടുക, കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും കൂടി ക്ലാസ്സിൽ മാസത്തിൽ ഒരു തവണ ഒരു കൗൺസിലിംഗ് വെക്കണം.
ഇന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ വച്ചിട്ട് ഒരു കൗൺസിലിംഗ് എല്ലാ മാസവും കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സാറന്മാരോട് ആവശ്യപ്പെടുക. ഏറ്റവും നല്ല കൗൺസിലറായി മാറാൻ ഒരു ക്ലാസ് ടീച്ചർക്ക് തന്നെ കഴിയും. ഇനി ഒരു പക്ഷേ ടീച്ചർക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ അത്ര താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് കൗൺസിലറെ കൊണ്ട് വെക്കാനായിട്ട് നിങ്ങൾ പറയുക, എല്ലാ മാസവും കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൽ വരുന്ന എന്തെങ്കിലും ചിലവായിട്ട് വരുമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളുടെ പാരൻസ് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. തുച്ഛമായ പൈസയാവും ഒരു പാരൻസിന്. അഥവാ നമ്മുടെ റിസ്കിൽ ഒരു കൗൺസിലറെ വെച്ചാൽ പോലും തുച്ഛമായ പൈസ മാത്രമേ ആവുള്ളൂ. ഒരു പാരൻസിൻ്റെ പേരിൽ ഒരു 100 കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര രൂപ വെച്ചാവാനാണ് ഒരു കൗൺസിലർ ഒരു ദിവസം വന്ന് മാസത്തിലൊരിക്കൽ വന്നിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് പോകുന്നതിന്? അപ്പോൾ നമ്മൾ എത്രയോ പൈസ പൊട്ടിച്ച് കളയുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരു കൗൺസിലറാണ് വരുന്നതെങ്കിൽ ഒരു ടീച്ചർക്ക് നല്ലൊരു കൗൺസിലർ ആവാൻ കഴിയും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളൊരു കൗൺസിലറെ കൊണ്ടുവരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അകപ്പെട്ട് പോയാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ലഹരിയാണ് ഏറ്റവും കൂടുതൽ. ഇതുപോലെ തന്നെയാണ് പ്രധാന ലഹരികളാണ്. അപ്പോൾ ലഹരി വസ്തുക്കൾ കൊണ്ടുള്ള ദോഷങ്ങൾ, അത് നമ്മളെ ഏത് വഴിക്ക് കൊണ്ടെത്തിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നല്ല ഒരു വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്കൂളിൻ്റെ പരിസരത്തും കാര്യങ്ങളും ഒക്കെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കിട്ടുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളെപ്പോഴും വാർത്തകൾ കാണുന്ന ആളുകളാണല്ലോ, അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ മൊബൈലിൽ ഗെയിം കാണാൻ പരമാവധി കുട്ടികളെ അനുവദിക്കാതിരിക്കുക. ഗെയിമിന് അഡിക്ഷനായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുട്ടികൾക്ക് ഏത് നേരം ആ ഒരു ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക. പഠിത്തത്തിൽ പോലും ശ്രദ്ധിക്കില്ല, ഭക്ഷണം പോലും വേണ്ട എന്നുള്ളൊരവസ്ഥയാവും ഗെയിമിൽ ഓവറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അമ്മമാരെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അമ്മമാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് വെച്ചാൽ, എല്ലാ വീട്ടിലും ഇപ്പോൾ ഫോണ് ഇല്ലാത്ത വീടൊന്നുമില്ല, മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടൊന്നുമില്ല. അമ്മമാരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ, അവർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഫോൺ എടുത്ത് ഓണാക്കി അങ്ങ് കൊടുത്തിരിക്കും. ഈ കുട്ടികൾ അതിലും ഇതിലും ഒക്കെ കുത്തിയിട്ട് ഇപ്പോൾ ചെറിയ മക്കൾക്ക് പോലും അവർ തന്നെ കാർട്ടൂണും ഗെയിമും ഒക്കെ എടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് അവർക്ക് തന്നെ അറിയാം ഉപയോഗിക്കാൻ. അത് എങ്ങനെയെന്നൊന്നും ചോദിക്കല്ലേ, പക്ഷെ അവർ എവിടെയെങ്കിലുമൊക്കെ കുത്തി എടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് കിട്ടും. എന്തായാലും അവരൊക്കെ കാർട്ടൂണും ഗെയിമും ഒക്കെ കാണുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പുറംപണിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിമാരെന്ത് ചെയ്യും, ഇതെടുത്തങ്ങ് കുട്ടികളുടെ കയ്യിലങ്ങ് വെച്ച് കൊടുക്കും. കുട്ടികൾ കട്ടിലിൻ്റെ പുറത്തോ സെറ്റിയുടെ പുറത്തോ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഇതും കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും ആ ഫോണും കൊണ്ട് ഇരുന്നോളും. പക്ഷേ ഈ അമ്മമാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് ഈ കുന്തപ്പറക്കാട്ടികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ അമ്മമാർ നമ്മളെ വളർത്തിയിരുന്നു, നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു. നമ്മളെ ഒക്കത്തെടുത്തുകൊണ്ട് നടന്ന് നമുക്ക് സമയത്ത് ഭക്ഷണങ്ങൾ വാരി കോരി തന്നും, കരയുകയാണെങ്കിൽ നമ്മളെ തൊട്ടിലിൽ കൊണ്ടിട്ട് ആട്ടി ഉറക്കിയും, അതുപോലെ എടുത്ത് തോളിലിട്ട് തുമ്പിയെയും പറവയൊക്കെ കാണിച്ചൊക്കെ തന്ന് നമ്മളെ കൊണ്ട് നടന്ന് തോളിലിട്ട് തട്ടി കിടത്തി ഉറക്കി കട്ടിലിൽ കൊണ്ടുവച്ച് കിടത്തിയിട്ട് മെല്ലെ മാറിപ്പോയി ജോലി ചെയ്തിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയും അതൊരു സമയം, കാലത്തിനൊത്ത് കോലം മാറണ്ടേ എന്ന് പറയും. അങ്ങനെ കാലത്തിനൊത്ത് കോലം മാറുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കണ്ണിനൊക്കെ കുരുന്ന പ്രായത്തിൽ തന്നെ കണ്ണാടിയും വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കാര്യം മാത്രമല്ല, ഇപ്പോഴേ കുട്ടികൾ ഗെയിമിനൊക്കെ അഡിക്ഷനായി മാറുകയും ഫോണിന് അഡിക്ഷനായി മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞു മക്കൾ അഡിക്ഷനായി മാറുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അമ്മമാർ തന്നെയാണ് കാരണക്കാരികൾ. കാരണം അവർക്ക് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ എടുത്ത് ഓണാക്കി മക്കളുടെ കയ്യിലങ്ങ് കൊടുക്കും. അവർ ഗെയിമും കണ്ടുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്തും ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർ വായ തുറക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം കാണിക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ ഈ ഫോൺ എടുത്ത് കുട്ടികളുടെ കയ്യിലങ്ങ് കൊടുക്കും. കുട്ടികൾ അപ്പോഴും അത് കുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നീട് അവർ കുളിക്കാനോ നനയ്ക്കാനോ പോകുമ്പോഴത്തേക്ക് അടക്കി എവിടെയെങ്കിലും ഇരുത്താൻ വേണ്ടിയിട്ടും ഇതുപോലെ ഫോണും കൊടുത്ത് വെച്ചിട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ഈ അമ്മമാർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്രമേണ ഈ കുട്ടികൾ ഫോണിനെ നല്ല രീതിയിൽ അഡിക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ ഫോണിന് അഡിക്ഷനായി കഴിയുമ്പോൾ കുട്ടികളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോവും. അതുമാത്രമല്ല, കുട്ടികളുടെ കണ്ണിന് വളരെ ദോഷമായിട്ടത് ബാധിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും എന്ന് വേണേലും പറയാം. കാരണം ആകെപ്പാടെ ഈ
ഗെയിമൊക്കെ ഇങ്ങനെ ആവശ്യത്തിലധികം കാർട്ടൂണും ഗെയിമും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു ഇമാജിനേഷൻ ആയിരിക്കും. കുട്ടികളുടെ തലച്ചോറിനൊക്കെ ശരിക്കുള്ളൊരു പ്രവർത്തനം പോലും ഉണ്ടാവാത്ത ഒരു രീതിയിലേക്കൊക്കെ പോകും. അപ്പോഴേ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പണ്ട് കാലത്ത് ഈ മൊബൈൽ ഫോണും ഒന്നും ഇല്ലാതിരുന്ന സമയത്തും നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തിയിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഞാനൊക്കെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടന്ന് പാട്ടൊക്കെ പാടിക്കൊടുത്ത് എൻ്റെ പൊന്നോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പിന്നെ ഞങ്ങളെ വളർത്താൻ നമ്മുടെ പാരൻസ് കഷ്ടപ്പെട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് മേടിച്ച് മയോണൈസൊക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കും മക്കൾക്ക്. ശരിക്കും ഇത് വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ വലുതാണ്. ആരും അതേക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. അപ്പോഴേ തിന്നാനുള്ള രുചി മാത്രമാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കുറേ വറുത്തതും കരിച്ചതും ഫാസ്റ്റ് ഫുഡൊക്കെ ഇങ്ങനെ വാരി കോരി കൊടുക്കുന്നത് കൊണ്ട് 10 വയസ്സ് എത്തുന്നതിന് മുമ്പേ പെൺകുട്ടികൾ രജസ്വലയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പീരീഡ്സ് ആവുന്ന കുട്ടികൾക്ക് അറിയാം, കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് പീരീഡ്സ് കാര്യങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാം. പക്ഷെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് അറിയാതെ പോകുന്നു. അതിൻ്റെ പിന്നാലെ അമ്മമാർ കിടന്ന് അലയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വെറും ഹോർമോൺ കുത്തിവെക്കുന്ന ഈ കോഴികളെ വാങ്ങിച്ച് മക്കൾക്ക് ഡെയിലി കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് അത് ഹോട്ടലിൽ വേവിക്കുന്നതാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമ്മൾ വല്ലപ്പോഴും ചിക്കനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നാടൻ ചിക്കൻ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഇങ്ങനെ ഹോർമോൺ കുത്തിവെക്കുന്നത് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കുറേ മന്തിയും അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അതും നിങ്ങൾ ഷവർമയൊന്നും വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൂടാത്ത സംഭവം എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് മാഗി, യിപ്പി അങ്ങനെയൊക്കെയുള്ള നൂഡിൽസ് ഐറ്റങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, ലെയ്സ് ഐറ്റങ്ങൾ കൊടുക്കാതിരിക്കുക, ഓക്കെ ബിരിയാണി പോലുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക, ജെല്ലി മിഠായി പോലുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളുള്ളവരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലേ തന്നെ കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല ഒന്നാം തരം മുരിങ്ങ ഇല ഉണ്ടല്ലോ, മുരിങ്ങ ഇല എടുത്തിട്ട് ഊരിയെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഈ മുരിങ്ങ ഇല നന്നായിട്ടങ്ങ് തിളപ്പിക്കണം. തിളപ്പിച്ച് നന്നായിട്ട് വെന്ത് അതിൻ്റെ നീര് മുഴുവനും അതിനകത്തായിട്ടങ്ങ് ഇറങ്ങുക. അതിന് ശേഷം അത് അരിച്ച് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വേണേൽ അതിനകത്ത് ഇത്തിരി ശർക്കരയോ എന്തെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല, തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ട് അരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പാൽക്കുപ്പിക്കകത്ത് ഒഴിച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ, സ്പൂൺ വെച്ച് കോരി കൊടുക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഭയങ്കര നല്ലതാണ്. കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നാടൻ ചെറിയ നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ കുരു എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് പിന്നെ വേവിക്കുമ്പോൾ അതിനകത്ത് ഇത്തിരി കരിപ്പൊട്ടിയോ എന്തെങ്കിലും ഇടുന്നെങ്കിൽ നല്ലതാണ്. അതിനുശേഷം അത് അരിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് ഇതുപോലെ കുട്ടികളെ കുടിക്കാൻ കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി ഇല്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് രാവിലെ എന്ന് വെച്ചാൽ 10 പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ്. പലരും മൂക്കത്തിങ്ങനെ കൈ വയ്ക്കും, പക്ഷേ അത് കറക്റ്റ് കാര്യമാണ്. രാവിലെ നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ പ്ലാവുണ്ടെങ്കിൽ പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കും, പഴുത്ത പ്ലാവിൻ്റെ വൃത്തിയുള്ള ഇല, ആ ഇല ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഇത്ര നീളത്തിന് ഞെട്ടുണ്ടാവും. ആ ഒരു ഞെട്ടിങ്ങനെ ഒടിച്ചെടുക്കുക, നന്നായിട്ട് കഴുകുക. അങ്ങനെ ഡെയിലി കുട്ടികൾക്ക് രാവിലെ വെറും വയറ്റിലൊരു 2-3 ഞെട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ചവച്ചരച്ച് തിന്നോളാൻ പറഞ്ഞാൽ മതി. ചാറ് കുടിച്ചിട്ട് തുപ്പിക്കളഞ്ഞാലും കുഴപ്പമില്ല. ഇതിങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും. എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കൊടുത്തിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക, ഇരുന്നിട്ട് കാര്യമില്ല. ഡെയിലി കൊടുക്കണം. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്തെ മൂപ്പിലാമാരും മൂപ്പിലാത്തികളും, അതായത് നമ്മുടെ അമ്മൂമ്മ അപ്പൂപ്പന്മാരൊക്കെ വെറ്റില മുറുക്കുമ്പോഴത്തേക്ക് അവർ പ്ലാവിൻ്റെ ഞെട്ട് വെച്ചിട്ട് മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പനൊക്കെ മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു ടിപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ 2024 തീരാറായി വരുന്നൊരു സമയത്ത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ, നിങ്ങളോട് പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക്
ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് കണക്ക് പെൺകുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ രാത്രിയിൽ കുളിക്കാൻ സമ്മതിക്കാതിരിക്കുക, നേരത്തെയൊക്കെ കുളിക്കാൻ പറയുക. ചെവിക്കകത്തൂടെ നീരൊക്കെ ഇറങ്ങാനും ചെവിവേദന ഉണ്ടാവാനും വെള്ളം ഒക്കെ ചെവിക്കകത്തൂടെ ഇറങ്ങിയിട്ട് നെറുകയിൽ കൂടിയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ അസുഖങ്ങളുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പെൺകുട്ടികൾ ഉള്ള മാതാപിതാക്കളാണെങ്കിലും ആൺകുട്ടികളുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിതാവിനെ പറയുന്നില്ല, മാതാവിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. പെൺകുട്ടികളുടെ തലമുടി ആഴ്ചയിൽ 2 തവണയെങ്കിലും വാഷ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് കോതി പേനെ എല്ലാം കൊന്നു കളയുക. പേൻ പുഴുക്കാനും താരം കെട്ടാനും കുട്ടികളുടെ തലയിൽ സമ്മതിക്കാതിരിക്കുക. വൃത്തി എപ്പോഴും ശ്രദ്ധിക്കുക. കയ്യിലെയും കാലിലെയൊക്കെ നഖ നന്നായിട്ട് വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ സമയസമയത്ത് ഭക്ഷണങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കുക. ചെറിയ മക്കളാണ്, അവർ വളർന്നു വരേണ്ടവരാണ്. അവരുടെ ബുദ്ധി വികാസത്തിനൊക്കെ അത് വളരെ ഉത്തമമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കുട്ടികളെ പറ്റിയിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക. നിനക്ക് ഇത്ര മാർക്കല്ലേ ഉള്ളൂ, ഇതേ കണ്ടില്ലേ അവൻ ഇത്രയും മാർക്കുണ്ട്, അവൻ പഠിക്കാനാണ് പോകുന്നത്, നിന്നെയൊക്കെ തിന്നാനല്ലേ കൊള്ളാവോ, അല്ലാതെ എന്തിനു കൊള്ളാം, ഇങ്ങനെയൊന്നുമുള്ള വർത്തമാനങ്ങൾ കുട്ടികളോട് പറയാതിരിക്കുക. നമ്മൾ കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ ഇത്തവണ ഇത്തിരി മാർക്ക് കുറഞ്ഞു, പോയത് പോട്ടേടാ, അതിൽ പോയത് പോട്ടേടി, ഈ പോയതൊന്നും നമ്മുടേതല്ല, ഇനി വരാനിരിക്കുന്നതാണ് നമ്മുടേത്. നഷ്ടപ്പെട്ട മാർക്കിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ആരും വിഷമിക്കേണ്ട. എൻ്റെ പൊന്നു മക്കൾക്ക് ഇനി ഇതിനേക്കാളും കൂടുതൽ മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ നേടിയാൽ മതി. ഈ പോയതൊക്കെ പോട്ടെ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും ജയിക്കാനാണെങ്കിൽ തോക്കാനും ആളൊക്കെ വേണ്ടേ. ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിന് സമാധാനം കൊടുക്കുക, ധൈര്യം കൊടുക്കുക. അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുക. നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് വരെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരും. ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായിട്ട് അവർ വളർന്നു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കുടുംബത്തൊക്കെ മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് കണ്ടിട്ടാവും നമ്മുടെ പുതിയ തലമുറകളും കൂടി അതനുകരിച്ച് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കള്ളുകുടിയൻ്റെ മകൻ കള്ളുകുടിയനായിട്ട് തന്നെ വളരും, പൂജാരിയുടെ മകൻ പൂജാരിയായിട്ട് പോവും, മരപ്പണിക്കാരൻ്റെ മകൻ മരപ്പണിക്കാരനാവും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി ആണെങ്കിൽ, അടിയും വഴക്കുമില്ലാത്ത നല്ലൊരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിലുള്ളവരും അതിൻ്റേതായ മര്യാദയിലായിരിക്കും ജീവിക്കുന്നതെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വലിച്ച് നീട്ടി ഒരു പരുവായി. ഇനി എനിക്ക് നീട്ടാൻ വയ്യ. 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട്. ഈ 2024 അല്ലേ, അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രഭാഷണങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. മിക്ക ദിവസവും ഒരു പ്രഭാഷണമെങ്കിലും ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നൗഷാദ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ അത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. 2025 എന്ന് പറയുന്നത് എനിക്ക് ഒരു വലിയ നിർണായകമായിട്ടുള്ളൊരു വെല്ലുവിളി ഉള്ള ഒരു വർഷമാണ് 2025. ആ ഒരു വർഷത്തെ എനിക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് ഒരുപാട് കടബാധ്യതകളുടെ നടുക്ക് നിൽക്കുകയാണ് ഞാൻ. 4.5 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എൻ്റെ ഈ ഒരു മാടം എനിക്ക് നഷ്ടമാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു കുടുംബ വീടാണ്, ഇത് ആരുടെയും പേരിൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് തന്നെ ആവാനാണ് ചാൻസ്, അപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്കാണെങ്കിലും അല്ലെങ്കിലും ഞാൻ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്നെ ആരും ഒരു കാലത്തും ഇറക്കി വിടില്ല. അപ്പോൾ ഇതിൻ്റെ കടബാധ്യതകളൊക്കെ എനിക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വരുമാനം കൊണ്ട് മാത്രമേ പറ്റൂ, വേറെ വരുമാനമൊന്നുമില്ല. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആണുങ്ങൾ കൊണ്ടുവരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചിലവും കാര്യങ്ങളും കുട്ടികളെ പഠിത്തം അങ്ങനെ അങ്ങ് പോവില്ലേ. പിന്നെ ഒരുപാട് ഗോൾഡുകളൊക്കെ ഇരിപ്പുണ്ട്, ചിതലരിക്കുന്ന അവസ്ഥയിലൊക്കെ ബാങ്കുകളിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മോചിപ്പിക്കണം അതിനെയൊക്കെ. അതുപോലെ പിന്നെ കുറച്ച് പലിശക്കടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ വരുമാനമാണിപ്പോൾ ഒരാശ്വാസമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എപ്പോഴും വേണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം. അതുപോലെ പറയത്തക്ക കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് വൈകിട്ടത്തെ ലൈവ് 9 മണിക്കാണ് വരുന്നത്. 9 മണിക്ക് വരുന്ന ലൈവ് എപ്പോഴും എത്ര മണി വരെ ഉണ്ടെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാലും 12 മണി കൂടുതലൊന്നും വരില്ല. ആൾ എപ്പോഴാണ് 50 പേരിൽ
കുറയുന്നത് അപ്പോഴും ഞാൻ ലൈവ് നിർത്തും. കാരണം എന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്നൊരു ദിവസത്തെ ലൈവ് മാത്രമാണ് അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ 2024 ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ലൈവ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ലൈവിൽ വന്നിട്ട് ആരും അനാവശ്യം പറയാനായിട്ട് ആരും വന്നേക്കരുത്. വരുന്നവരെയൊക്കെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവർക്ക് നമ്മുടെ ലൈവിൽ പങ്കെടുക്കാൻ പറ്റില്ല. ചാനലിൽ പോലും വന്നൊരു കമൻ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഓർത്തോണം. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ.